ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലുള്ള ആ മന്തി റൈസും പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ അടിപൊളി മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി. നല്ല അടിപൊളി മന്തിയാണിത്. സ്കിപ്പ് ചെയ്യാതെ കാണണം. ഈ മന്തി ഉണ്ടാക്കാനായിട്ട് വൈറ്റ് സെല്ല ബസുമതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അരി വേവിക്കാനുള്ള വെള്ളം വെക്കുന്നതിന് മുമ്പ് തന്നെ ഈ അരി ഒരു മണിക്കൂറെങ്കിലും ഒന്ന് വെള്ളത്തിൽ കുതിരാൻ വെക്കണം. അപ്പോൾ ആ വെള്ളം നന്നായി തിളച്ച് വന്നതിലേക്ക് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരി വേവിക്കാനുള്ള വെള്ളത്തിലേക്ക് ഞാൻ ലേശം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ അരിയൊക്കെ ഒന്ന് ഒട്ടി പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഈ അരി വേവിക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്തിട്ട് വേണം കേട്ടോ ഒന്ന് വേവിച്ചെടുക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ അരിയുടെ ടേസ്റ്റൊക്കെ നഷ്ടപ്പെടും. ഒരു കൊഴുപ്പ് വരുന്നുണ്ടോ അരിയിൽ. ഇനി ഈ മന്തിയിലേക്കുള്ള ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ കൂടുതൽ ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി പിന്നെ അതുപോലെ ഒരു 2 പച്ചമുളകും കൂടി ചതച്ചെടുത്തതാണ്. അപ്പോൾ ഇത് ഒരു 2 സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനീഗറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കോൺഫ്ലവറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കളർ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതിയാകും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കോൺഫ്ലവർ ഇട്ടത് കൊണ്ട് തന്നെ ഇതിലധികം വെള്ളമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് ചിക്കനൊക്കെ ഇട്ടിട്ട് വെള്ളം അല്ലെങ്കിൽ ലേശം വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കൻ നേരത്തെ കഴുകി വെള്ളമൊക്കെ വാർത്ത് വെച്ചതാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊരു 10 മിനിറ്റാണ് കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ ഞാൻ അധികമൊന്നും സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാനില്ല. അതുകൊണ്ടാണ് കോൺഫ്ലവർ ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുത്തത്. ഒരു മണിക്കൂറോ 2 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ കോൺഫ്ലവർ ആ ചട്ടിയിലേക്ക് ഇടുന്ന ആ സമയത്ത് ചേർത്താൽ മതിയാകും. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, 2 മാഗി ക്യൂബ്. ഇത്ര ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മാഗി ക്യൂബ് ഈ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുത്തൊന്ന് വേഗം ഒന്ന് അലിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ചിക്കനാണ്. ചിക്കനിൽ ഫുഡ് കളർ ലേശം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുകൂടി നമ്മുടെ ഈ സവാളയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി നമ്മുടെ റൈസിനൊക്കെ ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തതാണ്. ഇനി ഇതിലേക്ക് 2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തതാണ്. അപ്പോൾ ഇതിലേക്ക് തന്നെ നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം, മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി ഒന്ന് കൂടുതൽ ടേസ്റ്റ് കിട്ടും നമ്മുടെ മന്തിക്ക്. ഇനി ഞാനിത് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരി ഒരു 90% വേവാവണം എങ്കിലേ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ നമ്മുടെ ഈ റൈസ്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഊറ്റി വെച്ച റൈസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പം എൻ്റെ ഒരു ക്യാമറയിൽ മന്തിയുടെ ഒരു യഥാർത്ഥ കളർ കിട്ടണില്ല, ഒരു മങ്ങിയ ഒരു കളറാണ് കേട്ടോ കിട്ടുന്നത്. പക്ഷേ ഈ ഒരു റൈസ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ശരിക്കും. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്കായ അത് കൂടി കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും നമ്മൾ ചേർത്ത് കൊടുക്കണം, എങ്കിലേ ഒരു മന്തിയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ. അതുപോലെ പച്ചമല്ലി, ചെറിയ ജീരകം ഇത് കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു പാത്രത്തിലേക്ക് കണലിട്ടിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ആ പുകയൊക്കെ ഒന്ന് വന്നപ്പോൾ വേഗം അടച്ച് വെച്ച് ദമ്മിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മന്തിക്ക്. പെട്ടെന്ന് തന്നെ നമ്മുടെ മന്തി റെഡിയാവും കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ മന്തിയിൽ അധികം ചിക്കനൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നേരത്തെ മസാല തയ്യാറാക്കി വെച്ച നമ്മുടെ ഈ ചിക്കന് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ചിക്കനും മന്തിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നിങ്ങളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നല്ല ഒരു അടിപൊളി മന്തിയാണിത്. അപ്പോൾ ഞാൻ ഈ ഒരു അടുപ്പത്ത് ഒരു അരമണിക്കൂറൊന്ന് കണലിൽ വെച്ചതായിരുന്നു ഈ മന്തി. അപ്പോൾ അതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മന്തിയൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലേശം ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം ഇങ്ങനെ നല്ലോണം ഇളക്കാൻ പാടില്ല കേട്ടോ, നമ്മുടെ ഈ അരി വേഗം മുറിഞ്ഞു പോകും. പതുക്കെ ഇളക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു മന്തിയിലേക്ക് ചെറിയ ജീരകം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക അപ്പോൾ ഇതൊക്കെ മറക്കാതെ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ചെറിയ ജീരകം 1 സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് സവാള വാട്ടുമ്പോൾ അതിൽ ചേർത്താലും മതിയാകും. ഇനി ഇതെല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ നമ്മുടെ മന്തി. അപ്പോൾ മന്തി എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കന് അടിയിലായിരിക്കും, അതെല്ലാം മുകളിലേക്ക് വരുന്ന വിധത്തിൽ സാവധാനം ഒന്ന് ഇളക്കിയെടുക്കണം. നമ്മുടെ അടിപൊളി മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.